ഒരു ആർക്കിടെക്റ്റ് ഇൻവോൾവ് ആകുന്നത് വഴി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടുമെന്നുള്ളൊരു ചിന്ത ഉണ്ട്. എസ്പെഷ്യലി നമ്മളിപ്പോൾ ഒരു സാധാരണ വീട് വെക്കുന്ന ഒരു ചെറിയ വീട് തട്ടിക്കൂട്ടി വെക്കുന്ന ഒരു 1000 അല്ലെങ്കിൽ 2000 താഴെ വീട് വെക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി ലേബർ വരുമ്പോൾ ഉണ്ടല്ലോ, അവരൊരു കോസ്റ്റ് പറയുന്നത് തന്നെ സാറിനറിയാം. അതായത് രണ്ട് രീതിയിലാണ്. അവരൊരു സ്ക്വയർ ഫീറ്റിന് ഒരു കണക്ക് പറയും, സേ 350 അല്ലെങ്കിൽ 400 രൂപ എന്ന് പറയും. ആർക്കിടെക്റ്റ് വരയ്ക്കുന്നതാണെങ്കിൽ അതിന് 50 രൂപ കൂടുതലാണ്. ഓക്കെ, ഇപ്പം ഇവരുടെ ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കിടെക്റ്റ് ആ പിക്ചർ വന്നു കഴിയുമ്പോഴേക്കും ഇതിൽ കുറച്ച് എലമെൻറ്റ്സ് കൂടുതൽ വേണ്ടി വരും. ആ എലമെൻസിൻ്റെ ഇതിൽ സ്ക്വയർ ഫീറ്റ് കണക്ക് ചിലപ്പോൾ അവർക്ക് അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ആ എഫേർട്ടിനെ അവർ എടുക്കുന്ന ഈ സ്ക്വയർ ഫീറ്റ്. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താ, ഒരു വീട് വെക്കാൻ വരുമ്പോഴേക്കും ആർക്കിടെക്റ്റിനുള്ള ഒരു ഫീസ് ഒരു സൈഡിൽ കൂടെ കൊടുക്കണം. അതിനോടൊപ്പം തന്നെ പണിയാനുള്ള പണിക്കാരൻ അയാളും പറയുന്നു ആർക്കിടെക്റ്റ് വരച്ച ഒരു സാധനമാണെങ്കിൽ 50 രൂപ അതിൽ കൂടുതലുമാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഇച്ചിരി ഒരു കഷ്ടമല്ലേ അത് അങ്ങനെ അല്ല, നോക്കല്ലേ? ഞാനും ഒത്തിരി ഫേസ് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷൻ അത് എന്ന് പറഞ്ഞാൽ ഒരു ആർക്കിടെക്ട് ഡിസൈൻ. അപ്പം നമ്മൾ പലപ്പോഴും ഒരു ഈ പറഞ്ഞ ഉടമസ്ഥൻ സ്വപ്നം കണ്ട് അവരുടെ സ്വപ്നമാണ് ഒരു വീടെന്ന് പറയാം. റേറ്റ് കൂടേണ്ട ഒരു ആവശ്യമില്ല. നമ്മളെല്ലാം പ്രീ പ്ലാൻഡ് ആണെങ്കിൽ ശരിക്കും പറയാം റേറ്റ് കുറയുകയാണ് വേണ്ടത്. നമ്മൾ ഒരു ബഡ്ജറ്റ് എൻറ്റയർ സാധനത്തിന് നമ്മൾ ബഡ്ജറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ സമൂഹം അല്ലെങ്കിൽ ഈ ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഇപ്പോൾ റൺ ചെയ്യുന്ന ഒരു തമ്പ് റൂളിൻ്റെ ബേസിസിലാണ്. എല്ലാത്തിനും ഒരു തമ്പ് റൂളുണ്ട്. അതായത് ഇന്ന് ഇത്ര സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ. അപ്പം ഞാനൊക്കെ പറയുന്നത് ആ നോളജ് ഒരു മാർക്കറ്റ് നോളജായിട്ട് മാത്രമേ എടുക്കാവൂ, സ്പെസിഫിക് നോളജായിട്ട് എടുക്കരുത്. എന്ന് പറഞ്ഞാൽ ഒരു പനി വന്ന പാരസെറ്റമോൾ എന്ന് പറയുന്ന ഒരു അനലോഗിലോട്ട് ഒരിക്കലും പോരുത്. പനി വന്നാൽ പാരസെറ്റമോൾ കഴിച്ചാൽ ചിലപ്പോൾ കുറയായിരിക്കും, പക്ഷെ പനി വീണ്ടും നിൽക്കണമെങ്കിൽ ഡോക്ടറെ തന്നെ കാണേണ്ടതാണ്. അപ്പം ഇതാണ് ശരിക്കും പറയാൻ നമ്മൾ എടുക്കേണ്ട ഒരു അപ്രോച്ച്. കേസ് ടു കേസ് ഡിഫറെൻ്റ് ആണ്. ഒരു 2000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ചിലപ്പോൾ ചില കേസുകളിൽ നല്ലോണം കോസ്റ്റ്ലി എടുക്കുന്നുണ്ടാവും, ചില കേസിൽ അധികം കോസ്റ്റ് എടുക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം നമുക്ക് ശരിക്കും ഒരു വോളിയം കൺട്രോൾ ചെയ്യുന്ന പോലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് പറ്റും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അധികം സമ്പത്തില്ലാത്തവരും അപ്രോച്ച് ചെയ്യുന്ന ഒത്തിരിയും കേസുകൾ ഞാൻ തന്നെ നേരിട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബഡ്ജറ്റ് കുറവാണ്, ഞങ്ങൾക്കൊരു വീട് തലയ്ക്ക് മേലെ ഒരു കൂര എന്ന് പറയുന്നത്, അവർക്ക് നമ്മൾ ആ രീതിയിൽ തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പം അതിനെങ്ങനെയാണ് ഡിസൈഡ്, അതിൻ്റെ അകത്ത് വരപ്പിൻ്റെ അല്ല, നമ്മൾ എന്ത് ചോയ്സസ് എടുക്കുന്നു, നമ്മൾ എന്ത് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എടുക്കുന്നു, എന്ത് ടെക്നോളജി ഉപയോഗിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഓരോ പാരമീറ്റർ വെച്ചിട്ട് നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത്, ഇത് നമ്മുടെ മിടുക്കായിട്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് ഒരിക്കലും അങ്ങനെ പറയത്തില്ല, നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് അവരെ ഇത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എക്യുപ്ഡ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം പ്ലാസ്റ്ററിങ് വേണ്ട, ചില സ്ഥലങ്ങളിൽ നമുക്ക് പ്ലാസ്റ്ററിങ് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്ലാസ്റ്ററിങ് അവോയ്ഡ് ചെയ്താൽ നമുക്ക് ഇത്ര രൂപ കുറയും. അല്ലെങ്കിൽ ചില റൂംസ് മൾട്ടി ഫങ്ഷണൽ റൂംസ് ആക്കുവാണെങ്കിൽ നമുക്ക് ഭിത്തികളുടെ എണ്ണം കുറച്ചാൽ എത്ര ഇഷ്ടിക കൺസ്യൂം ചെയ്യുന്നതും കുറയ്ക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ കൺസപ്ഷൻ ഓഫ് മെറ്റീരിയൽസ് നമ്മൾ കുറച്ച് നമ്മളൊരു ചിലവ് ചുരുക്കുന്നത്. അല്ലാതെ ഇതിനകത്തൊരു തമ്പ് റൂൾ അടിസ്ഥാനമല്ല. അവിടെയാണ് പഴയ ആൾക്കാർ എല്ലാം തമ്പ് റൂളാണ്. കമ്പിയുടെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രക്ചറൽ എഞ്ചിനീയറിങ്ങിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കേട്ടിട്ടുള്ളതാണ്. ആർക്കിടെക്റ്റിനേക്കാളും കൂടുതൽ ഇങ്ങനെ വരച്ച കമ്പിയുടെ എണ്ണം കൂടുതലാണ്. അപ്പം സ്ട്രക്ചർ എഞ്ചിനീയർ എപ്പോഴും ഒരു സ്ലാബ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ സ്പാന്, അതിൻ്റെ എത്രയാണ് വിഡ്ത്ത്, അത് നോക്കിയിട്ട് 10 കമ്പിയാണോ 12 കമ്പിയാണോ, അത് അദ്ദേഹത്തിൻ്റെ ഒരു കാൽക്കുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് അറൈവ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കൺസൾട്ടൻസി കയറുമ്പം സാധാരണ ഒരു കോൺട്രാക്ടർക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത് അയാളുടെ സ്ഥിരമുള്ള നോളജിൽ നിന്ന് അപ്പാർട്ടാണ് ഈ എക്സിക്യൂഷൻ ലെവൽ വരുന്നത്. അപ്പോൾ അവർ കണ്ണുടച്ചെങ്കിൽ കൂട്ടുക എന്നുള്ളതാണ്. വാസ്തവത്തിൽ അത് ശരിക്കും പറഞ്ഞാൽ ഇഫ് അപ്ലൈഡ് പ്രോപ്പർലി അത് റേറ്റ് കുറയാതെ തന്നെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ റേറ്റ്. ഇങ്ങനെയാണ് ശരിക്കും നമ്മളതിനെ കാണേണ്ടത്. നമ്മളിപ്പോൾ ഒരു ഈ പല ആൾക്കാരും വിളിച്ചേച്ചേ, നിങ്ങളുടെ വീടിൻ്റെ റേറ്റ് എന്താണ്, നിങ്ങൾ ചെയ്യുന്ന വീടിൻ്റെ റേറ്റ് എത്രയാണ്, സ്ക്വയർ ഫീറ്റിന് എത്രയാണ് കോസ്റ്റ് എന്ന് ചോദിക്കും. അതിൽ എൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട് എന്താണെന്ന് ആദ്യം ഒന്ന് പറ, എന്നാലേ എനിക്കത് ഡിസൈൻ ഒന്ന് അങ്ങനെയെങ്കിൽ ഞാൻ പറയാം എന്ന് പറയും. ഇല്ല, ഡിസൈൻ വരച്ചിട്ടില്ല, ഇത് നിങ്ങളുടെ കോസ്റ്റ് എത്രയാണെന്ന് അറിഞ്ഞിട്ട് നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് പറയും. ഇങ്ങനെ വരുന്ന എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു റെസ്പോൺസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറ് പറഞ്ഞതിൻ്റെ ഒരു പാരലായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ വീട് എന്താണ് എന്നറിയാതെ ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ വീടിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് പറയുക? ഓക്കെ, അപ്പം ആദ്യം നമ്മൾ വരയ്ക്കണ്ടേ, വരച്ച എന്താണ് നിങ്ങളുടെ വീടെന്ന് മനസ്സിലാക്കാതെ ഞാൻ എങ്ങനെ ഇതിൻ്റെ കോസ്റ്റ് പറയും? നിങ്ങളിപ്പോൾ എന്നെ റാൻഡമായിട്ട് വിളിച്ചിട്ട് നിങ്ങൾ പറയാണ് എനിക്ക് ഭക്ഷണം വേണം, എന്താ ചിലവ് വരിക എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ അതിന് ഉത്തരം പറയുക? നിങ്ങൾക്ക് എന്താ ബിരിയാണിയാണോ വേണ്ടേ, ചപ്പാത്തിയാണോ വേണ്ടേ, ഈവൻ ചായ മതിയോ? എനിക്കറിയില്ലല്ലോ.
ഓക്കെ, ഇതിനെല്ലാത്തിനും ഓരോന്നിനും ഓരോ റേറ്റാണ്. അത് സാധാരണ എങ്ങനെയാണ് റേറ്റ്? ഇല്ല, പവൻ അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അത് പ്രസൻറ്റ് ചെയ്തു. അത് പറയുന്നത് വളരെ കറക്റ്റാണ്. അങ്ങനെ തന്നെയാണ് എൻ്റെ അകത്ത് ചിന്തിക്കേണ്ടത്. ഇപ്പം എന്താ പറയുന്നത്, സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഏതിലൊരു വീട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഏറ്റവും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ റേറ്റ് എത്രയാണ്, ഇത് എത്ര രൂപയ്ക്ക് തീർന്നത്, ഇതാണ് സ്ഥിരം ചോദ്യം. അത് ഇന്നാരുടെ എന്നല്ല, എനിക്കൊന്ന് എല്ലാ പ്രോജക്ട്സിൻ്റെ എടുത്ത് നോക്കിയിട്ടുണ്ട്. ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഏതൊരു പ്രോജക്റ്റിൻ്റെയും ഇടയിൽ ഇങ്ങനെ ഒരു ചോദ്യം എപ്പം സ്ക്രോൾ ചെയ്താലും കിട്ടും, ഈ വീടിന് എത്ര രൂപ ചിലവായി. അതെ, അപ്പം ഇതേ ചെലവിൽ എനിക്ക് ഇതുപോലെ കുറച്ച് മാറ്റങ്ങൾ അപ്പം ഇതൊരു സ്ഥിരം ചോദ്യമാണ് ഇത് വരുന്നത്. അപ്പം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രിൻ്റ് മീഡിയയിൽ ഒരു പ്രോജക്റ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഇൻസെപ്ഷനിൽ നിന്ന് 2 വർഷ കാലയളവ് കഴിഞ്ഞിട്ടുണ്ടാവും. 2 അല്ലെങ്കിൽ 1.5 വർഷമെങ്കിലും ഏറ്റവും കുറഞ്ഞത് കഴിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ 1.5 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് പീരീഡാണ് ശരിക്കും പറഞ്ഞാൽ. നിസ്സാരം. അതിൻ്റെ ഉള്ളിൽ ചായയുടെ വില കൂടിയിട്ടുണ്ട്, ബാക്കിയുള്ള ജീവിത ചെലവ് മാറിയിട്ടുണ്ട്, എല്ലാത്തിനും ചിലവ് മാറിയിട്ടുണ്ട്. അപ്പോൾ കൺസ്ട്രക്ഷൻ്റെ കോസ്റ്റും മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊരിക്കലും ഒരു പാരമീറ്ററായിട്ട് എടുക്കരുത്. പിന്നെ എന്താ പറയുന്നത്, നമ്മളൊക്കെ പറയുമ്പോഴത്തേന് കുറച്ചുകൂടെ പ്രോജക്റ്റ് ക്ലോഷറിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്തതിൻ്റെ ഭാഗം ഇതൊക്കെ ഇന്ന് പണിയുവാണെങ്കിൽ ഇത്ര രൂപയാകും എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയാറുണ്ട്. എന്ന് പറയാൻ അതൊരു എലാബറേറ്റ് കോൺവെർസേഷനാണ്. ഇറ്റ് ഈസ് നോട്ട് എ 1 question 1 answer. കറക്റ്റ്. ഇതല്ല എൻ്റെ അകത്ത് വരേണ്ടത്. ഇതിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ടച്ച് ചെയ്തത് കൊണ്ട് പറയുകയാണ്, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് സോഷ്യൽ മീഡിയയിലെ കുറ്റം പറയുന്നതല്ല, അങ്ങനെയല്ല. പക്ഷേ കുറച്ച് നാൾ മുന്നേ ഒരു സംഭവം വന്നു. ഒരാൾ എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു. ആ ലിങ്കിൽ ഒരു യൂട്യൂബറിൻ്റെ ഒരു ലിങ്കാണ്, ഞാൻ ആരുടെയാണെന്നൊന്നും പറയുന്നില്ല. ഈ ലിങ്കിൽ വന്ന ഒരു രസകരമായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കാണുന്ന പുറയിലെ അതിസുന്ദര ഭവനത്തിൻ്റെ എൻറ്റയർ കോസ്റ്റ് വെറും 45 ലക്ഷം രൂപയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, ഇതുപോലൊരു വീട് സാറ് ചെയ്യാൻ എന്ത് കോസ്റ്റ് വരും? ഞങ്ങൾക്ക് സ്ഥലം ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉണ്ട്, സാറ് ചെയ്യാനാണ് ഈ 45 ലക്ഷം രൂപയ്ക്ക് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാനിതിന് പറഞ്ഞ ഉത്തരവ് ഇതാണ്: നിങ്ങളുടെ ഈ വിളിച്ച യൂട്യൂബുകാരനെ വിളിക്കുക, അയാൾ 45 ലക്ഷം രൂപയ്ക്ക് ചെയ്യാനൊരു കൺസ്ട്രക്ഷൻ അഗ്രിമെൻറ്റ് സൈൻ ചെയ്താൽ ഞാൻ 40 ലക്ഷം രൂപയ്ക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സാർ, അപ്പം അയാൾ പറയുന്നത് തെറ്റാണെന്നാണോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയാൾ പറയുന്നത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല, ഇപ്പം നിങ്ങൾ കാണുന്ന വീടിൻ്റെ നിങ്ങളെന്താ മനസ്സിലാക്കുന്നത്, വീടിൻ്റെ എൻറ്റയർ സാധനം ഉണ്ടല്ലോ, അതായത് ഒരു ഫൗണ്ടേഷൻ തുടങ്ങി ആ വീട് തീരുന്നത് വരെ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും അടക്കമാണ് ഇദ്ദേഹം ഇത്രയും വലിയൊരു വീടിന് 45 ലക്ഷം രൂപ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ എല്ലാ അലങ്കാരികതയോടും കൂടെയാണ് നിങ്ങളുടെ മനസ്സിലത് കയറിയിരിക്കുന്നത്. നിങ്ങളിനി അവരെ വിളിച്ചു ചോദിച്ചോ, ഈ ഒരു ബഡ്ജറ്റ് 45 ലക്ഷം രൂപയ്ക്ക് ആ വീട് പുള്ളി ചെയ്തു തരാമെന്നൊരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ റെഡി ആണെങ്കിൽ ഞാൻ 40 ലക്ഷം രൂപയ്ക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഇങ്ങനെ നമ്മൾ ഇച്ചിരി മൂഡ് മോശമായിട്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇത് വരുന്നത്. അപ്പോൾ ശരി, ഞാൻ എന്നാൽ സാറിനെ നോക്കിയിട്ട് വിളിക്കാം, എൻ്റെ നമ്പർ ഒന്ന് സേവ് ചെയ്തോ എന്ന് പറഞ്ഞു. വിളിച്ചു. പിറ്റേ ദിവസം പുള്ളി വിളിച്ചു. എൻ്റെ പുള്ളി എന്നോട് പറഞ്ഞതാണ്, ഇല്ല, അത് സ്ട്രക്ചർ മാത്രമാണ് 45 ലക്ഷം രൂപ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഡെലിബറേറ്റ്ലി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ഹുക്ക് വരാൻ വേണ്ടിയിട്ട്, അതായത് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ഇങ്ങനെ ഒരു എമൗണ്ട് വെറുതെ ഇടും. മനഃപൂർവ്വമായിട്ടൊരു തെറ്റിദ്ധരിപ്പിക്കലാണ് അതെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഈ ഇടുന്ന വ്ളോഗറിനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരാൾക്കാർക്കോ ഇതിനെക്കുറിച്ച് പൂർണ്ണമായ ടെക്നിക്കൽ അവയർനെസ്സോ ഒരു പ്രോജക്റ്റ് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടം തൊട്ട് അവസാനത്തെ ഘട്ടം വരെ ചെയ്ത എക്സ്പീരിയൻസോ ഉള്ളവരായിരിക്കില്ല. പക്ഷേ എന്തോ അവിടെയോ പറഞ്ഞു കേട്ടു, അതിലെന്തെങ്കിലും ചെറുതായിട്ടൊരു മാറ്റം വരുത്തി, അതിൻ്റെ പുറത്ത് ഇവരിത് പബ്ലിഷ് ചെയ്യുമ്പോൾ ശരിക്കും പറയുന്നത് ഈ ഒരു വലിയ മാസമാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അത് സാറിനെ പോലെ ഒരു പ്രൊഫഷണൽ അടുത്ത് വരുമ്പോഴായിരിക്കും അവർക്ക് കൃത്യമായ ഗൈഡൻസ് കിട്ടുന്നത്. ഈ ഒരു ബഡ്ജറ്റ് തീരില്ല സുഹൃത്തെ, നിങ്ങളുടെ ബഡ്ജറ്റ് ഇതാണെങ്കിൽ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ഇതിൽ മാറ്റി വെക്കണം, അതല്ലെങ്കിൽ വരില്ല. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താ, സാറിന് വിവരമില്ല, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടിപ്പോകുന്നു, ഇന്നയാളെ വെച്ച് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഈ കോസ്റ്റിൽ തീർന്നേനെ എന്നൊക്കെ ഉള്ളതാണ് ഇത് ഒരു സംഭവം. സാറിന് ഇതിൽ എന്തെങ്കിലും കൂടുതൽ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസസ് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? പറയും, നമ്മളെ സമീപിക്കുന്ന ആൾക്കാർ ഒരുവിധം സ്റ്റഡീഡായിട്ട് വരുന്നവരാണ്. എനിക്കൊന്ന് പ്രത്യേകിച്ച് ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഒരുവിധം എല്ലാം സ്റ്റഡീഡായിട്ടാണ് ഞാൻ നേരിടുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഒത്തിരി കണ്ട് ഞാൻ ഇനി എൻകറേജ് ചെയ്യാത്തതുകൊണ്ടാണോ തുടക്കത്തിലെ അങ്ങനെയുള്ള ചോദ്യങ്ങളങ്ങ് മാറി നിൽക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ എനിക്ക് വരാറില്ല. വരുന്ന ആൾക്കാരെല്ലാം ഒരുവിധം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എന്താ പറയുക, ബെറ്റർ പാർട്ട്നേഴ്സ് ഇൻ ഡിസൈൻ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു ദൈവം സഹായിച്ചെന്ന് പറയാൻ മാത്രമേ എനിക്ക് എൻ്റെ അടുത്ത് സാധിക്കത്തുള്ളൂ. എല്ലാവരും ആ ഡിസൈനിൽ നമുക്ക് മുന്നേറണം.
അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ക്രിയേറ്റീവായി, അതായത് ഒരു ഡിസൈനിൽ മുന്നേറ്റം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അജണ്ട. അവരുടെ റിസോഴ്സസ്, അവരുടെ ബഡ്ജറ്റ്, ഞാൻ ഒരു ക്ലയൻറ്റിനെ കാണുന്നത് പേട്രൺസ് ഓഫ് ആർട്ടായിട്ട് തന്നെയാണ്. അതായത് ആ രീതിയിൽ വന്നാൽ മാത്രമേ നമുക്കും അതിൻ്റെ അകത്ത് എന്തെങ്കിലും നമ്മളെക്കൊണ്ടൊരു പ്രയോജനം, നമ്മളെക്കൊണ്ടൊരു മെച്ചമോ കലയിലും അവർക്കും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കലയുടെ ഏറ്റവും ഉത്തമത്തിലല്ല നമ്മൾ പോകുന്നത്, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ഒരു ടോട്ടലി എക്സ്ട്രാവഗൻ്റ് ഒരു ഡിസൈൻ വന്നാൽ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. ചിലപ്പം അത് എനിക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു സാധനം മറ്റൊരു അതെ അതെ ഇപ്പോൾ ഇൻ്റർനാഷണൽ ആർക്കിടെക്ചറൽ അവാർഡ്സ് അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ ഗാലറിയിൽ ഇത് വരുമ്പോഴത്തേനും നല്ലൊരു ഫ്രീക്ക് ഔട്ട് പ്രോജക്റ്റ് ഇത് വന്നു, നല്ല രസമായിരുന്നു, അതാണ് ഇതാണെന്നൊക്കെ ഉള്ള അക്ലെയിം നല്ലതാണ്. പക്ഷെ ഒരു ചിലപ്പോൾ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അതായിരിക്കത്തില്ല അവരുടെ ആഗ്രഹം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്, നമ്മളെ സമീപിക്കുന്നവർ, ഇപ്പം ഞാൻ ഈ പ്രൊഫഷനെ കാണുന്നത് ഞാനൊരു സേവകൻ കൂടിയാണ് എന്ന് പറയും. ഞാനൊരു എന്നെ സമീപിക്കുന്നവരെ സേവിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലിയുടെ ഒരു ഭാഗം. അപ്പം അല്ലാതെ ഞാൻ ഇന്നത് മാത്രം വരയ്ക്കുമെന്ന് പറഞ്ഞ ഒരു രീതിയിൽ ഞാൻ പൊതുവെ ചെയ്യാറില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അവരെ അതിന് മാനിക്കുന്നുമുണ്ട് ഞാൻ. കാരണം വെച്ചാൽ അവർ അങ്ങനെ തന്നെ പറയുന്നത്, ഞങ്ങൾ ഇന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ ഒരു വ്യത്യസ്തൻ എന്ന് പറയത്തില്ലേ, ആ വ്യത്യസ്തതയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന കുറേ ഒരു സെഗ്മെൻ്റ് ഉണ്ട്. അവരും സമൂഹത്തിലും കലയ്ക്കും ആവശ്യമായിട്ടുള്ളവർ തന്നെയാണ്.